السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. من صلى علي صلاة صلى الله عليه بها عشرا. صدق റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റേഡിയോ വഴി ഈ പരിപാടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ റബീഉൽ അവ്വൽ മാസം സമാഗതമായ ഇടം മുതൽക്ക് ഓരോ ദിവസവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള നൂറുൻ അലാ നൂർ എന്ന നബിദിന ക്യാമ്പയിന്റെ ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രഭാഷണം നടക്കുന്നത്. ഓരോ ദിവസവും നടക്കുന്ന പ്രഭാഷണങ്ങൾക്ക് വ്യത്യസ്തമായ വിഷയങ്ങൾ, വ്യത്യസ്തവും പുതുമയാർന്നതുമായ വിഷയങ്ങൾ നൽകിക്കൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് പഠിക്കാനുതകുന്ന ധാരാളം വിഭവങ്ങൾ ലോകത്ത് മൊത്തം വിതരണം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം നബിദിനാഘോഷം, അതിന്റെ പ്രാമാണികത, അതിന്റെ ആവശ്യകത എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ വളരെ സാഗൂതം ശ്രദ്ധയോടെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായി കേൾക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്നും, അതിനെ തുടർന്ന് നമ്മുടെ ഉസ്താദുമാരുടെ അവലോകനത്തിന് ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ അധികം ആമുഖം നീട്ടുന്നില്ല, സമയം വളരെ നമുക്ക് പരിമിതമാണ്. ഇതൊരു വിപുലമായ വിഷയമാണ്. ഈ വിഷയാവതരണത്തിന് ആവശ്യമായ സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ളത് കൊണ്ട് ഞാൻ നേർക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്യാമ്പയിൻ ആചരിക്കുവാനും ലോകം മൊത്തം അനേകായിരം ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ഇസ്ലാമിക വീക്ഷണം പ്രചരിപ്പിക്കുവാനും അവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കുവാനുമുള്ള സംവിധാനം ഒരുക്കിയ ഈ ക്ലാസ് റൂമിനും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അല്ലാഹു എല്ലാവിധ തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഇതിനു വേണ്ടി എല്ലാ നിലക്കും സഹകരണങ്ങളും പിന്തുണയും അർപ്പിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ നമ്മുടെ സഹകാരികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളായി സ്വീകരിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെയും അധികരിച്ചുകൊണ്ട്, അതിനോടനുബന്ധിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷ പരിപാടികൾ ആണ് യഥാർത്ഥത്തിൽ നബിദിനമാഘോഷം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും റബീഉൽ അവ്വൽ മാസത്തിലും പ്രത്യേകിച്ച് വിശിഷ്യ റബീഉൽ അവ്വൽ 12-നും ആ ആഘോഷം പ്രത്യേകമായ പ്രാധാന്യത്തോടുകൂടി നടക്കുക എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവികതയാണ്.
എന്താണ് മൗലിദാഘോഷം എന്ന് പറയുന്നത്? ഇവിഷയകമായിട്ട് ഏറ്റവും പ്രാമാണികമായിട്ട് ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവാണ്. സുയൂത്തി ഇമാം ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് മഹാനവറുകൾ രചന നടത്തുന്നത്. ആ സുയൂത്തി ഇമാം റളിയല്ലാഹു തആല അൻഹു അതിനുവേണ്ടി രചിച്ച കിതാബിന്റെ പേരാണ് ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന് പറയുന്നത്. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ്. അതിൽ എന്താണ് നബിദിനാഘോഷം, അടിസ്ഥാനപരമായി എന്താണ് നബിദിനാഘോഷം എന്ന് കൃത്യമായ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ടവർ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അന്ന അസ്ല അമലിൽ മൗലിദ് അല്ലദീ ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത് ثم يمد لهم سماط يأكلونه وينصرفون من غير زيادة على ذلك. ഇതാണ് നബിദിനാഘോഷം അല്ലെങ്കിൽ അമലുൽ മൗലിദ്. മൗലിദാഘോഷം എന്ന് പറയുന്നത് ഇതാണ്. അമലുൽ മൗലിദില്ലദീ ഹുവ ഇജ്തിമാഉൻ നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുക, ആളുകൾ സമ്മേളിക്കുക. എന്നിട്ട് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എളുപ്പമായ ഭാഗങ്ങൾ ഓതുക. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മബ്ദഉൽ അംർ എന്ന് വെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്വലിയത്ത്. നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈ ക്യാമ്പയിന്റെ ആരംഭം തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്വലിയത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ പ്രഥമമായ ബിന്ദുവാണ്, അവിടുത്തെ ആത്മീയമായ നൂറ് എന്ന് സമർത്ഥിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നമ്മൾ ശ്രവിച്ചു. ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദിന്റെ പ്രൗഢമായ പ്രഭാഷണം. അപ്പോ ആ അവ്വലിയത്ത് മുതൽക്ക് ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മബ്ദഉൽ അംർ അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്വലിയത്ത്, അവ്വലിയത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ് ഒന്നാമത്തെ സൃഷ്ടി എന്നുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് അത് അവിടെ വായിക്കുക, അത് അനുസ്മരിക്കുക. വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലും ജന്മദിനത്തിലും അതിനോടനുബന്ധിച്ചും ഗർഭസ്ഥ വേളയിലുമൊക്കെ അരങ്ങേറിയതായിരിക്കുന്ന അനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചരിത്ര കിതാബുകൾ ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദിന്റെ ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് വിശദമായ പ്രതിപാദനങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ആ കൂടിയ ആളുകൾ സുമ്മ യുമദ്ദു ലഹും സിമാത്തുൻ യഅകുലൂനഹു, പിന്നീട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. വയൻസരിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, എന്നിട്ട് ആളുകൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇതാണ് അടിസ്ഥാനപരമായിട്ട് അമലുൽ മൗലിദിന്റെ തുടക്കം അല്ലെങ്കിൽ മൗലിദാഘോഷത്തിന്റെ. അത് ഇന്നത്തെ കാലത്തുള്ള ഈ വിപുലമായ രീതി വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു തആല അൻഹു രചിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നബിദിനാഘോഷം എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരുന്നു. പിന്നീട് കാലികമായിട്ട് സാന്ദർഭികമായിട്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് മൈക്കയിലൊക്കെ ആണ് പ്രഭാഷണങ്ങൾ നിർവഹിക്കുക. അന്നത്തെ കാലത്ത് മൈക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ അലങ്കൃതമായ സ്റ്റേജുകൾ ഉണ്ടാക്കും. അന്നത്തെ കാലത്ത് ഒരു പക്ഷെ അതുണ്ടായിട്ടുണ്ടാവുകയില്ല. അതൊക്കെ കാലികമായിട്ടുള്ള മറ്റു ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടാറുണ്ടെങ്കിലും അതിലൊക്കെ മൗലികമായി അടങ്ങിയിട്ടുള്ള തത്വം ആണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. അസ്ല അമലിൽ മൗലിദ്, നബിദിനാഘോഷത്തിൽ മൗലികമായിട്ട് അടങ്ങിയിട്ടുള്ള തത്വം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്വലിയത്തും അവിടുത്തെ ജന്മം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന നിരവധി കാര്യങ്ങളും പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വയസ്സ് വരേക്കുമുള്ള നബുവത്തിന് മുമ്പുള്ള നബി ആരായിരുന്നു എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ, അവിടുത്തെ മുഅ്ജിസത്തുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസുകൾ, അവിടുത്തെ ദാത്തു ശരീഫയുടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ ദാത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിന്റെ, അവിടുത്തെ ജസദിന്റെ ഒരുപാട് പ്രത്യേകതകൾ. ആ പ്രത്യേകതകളിൽ നിന്ന് നമുക്ക് കഴിയാവുന്ന എത്ര അനുസ്മരിച്ചുകൊണ്ട് അത് വായിക്കുക, കുറെ ആളുകൾ കേൾക്കുക, ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലുമായിട്ട് നിർവഹിക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ്
നബിദിനാഘോഷം എന്ന് പറയുന്നത്. ആ നബിദിനാഘോഷം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെയും ജന്മദിനത്തെയുമാണല്ലോ അനുസ്മരിക്കുന്നത്. നബിയുടെ ജന്മം എന്ന് പറഞ്ഞാൽ അത് അതൊരു ചെറിയ സംഭവമല്ല. ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നബിദിനാഘോഷത്തെ വിമർശിക്കുന്ന മുജാഹിദുകൾ, ജമാഅത്തുകാർ പോലുള്ള ആളുകൾക്ക് നബിയുടെ ജന്മത്തിന് എന്താ അത്ര പ്രസക്തി? അതിപ്പോ അബ്ദുള്ളയുടെയും ആമിനാബിയുടെയും അബ്ദുള്ളയുടെ ഉദരത്തിൽ നിന്ന് ആമിനാബിയുടെ ഗർഭപാത്രത്തിലൂടെ സാധാരണ മനുഷ്യന്മാര് പ്രസവിക്കപ്പെടുന്നത് പോലുള്ള ഒരു പ്രസവം എന്നതിൽ കവിന് എന്ത് സവിശേഷതയാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനൊരു പ്രത്യേകതയുമില്ല. നബിക്കുള്ള ആകെ പ്രത്യേകത എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വയസ്സ് മുതൽക്ക് 63 വയസ്സുവരേക്കുമുള്ള റിസാലത്തിന്റെയും നുബുവത്തിന്റെയും ഔദ്യോഗികമായ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു സവിശേഷതയും നബിയെ സംബന്ധിച്ച് പറയാനില്ല, അനുസ്മരിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചില ആളുകൾ നബിദിനാഘോഷത്തെ ബിദ്അത്തായിട്ടോ അല്ലെങ്കിൽ ശിർക്കായിട്ടോ മുദ്രകുത്തുന്നത്. മുജാഹിദുകളൊക്കെ നബിദിനാഘോഷം ബിദ്അത്താണെന്ന് മാത്രമല്ല, അത് ശിർക്കാണ് എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് മഹാസംഭവമാണ് എന്നുള്ളത് ചരിത്രപരമായിട്ടും പ്രാമാണികമായിട്ടും നമുക്ക് വിലയിരുത്താൻ കഴിയും. ചരിത്രപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഏതാനും ചില ഉദ്ധരണികൾ മാത്രം ഞാൻ ഇവിടെ വായിക്കാം. അൽ ബിദായത്തു വൻ നിഹായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, അതിന്റെ 2ാമത്തെ വാള്യം 218 മുതൽ 229 വരേക്കുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അയ്യഖൂല ലി ആമിനത ഹീന ഹമലത് അന്നകി ഖദ് ഹമൽതി ബി സയ്യിദി ഹാദിഹിൽ ഉമ്മ. ആമിന ബീവി റസൂലുള്ളാഹിനെ ഗർഭം ധരിക്കുമ്പോൾ മലക്കുകളും പ്രവാചകന്മാരും വന്നിട്ട് ആമിന ബീവിയോട് സന്തോഷ വാർത്ത അറിയിച്ച സംഭവമാണ്. ഈ ഉമ്മത്തിന്റെ സയ്യിദിനെയാണ് ആമിന നീ ഗർഭം ചുമന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വേണ്ടി നീ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുകയാണ്. എന്ന് ആമിന നീ പറയണം. നബി തങ്ങളെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രകാശം വെളിപ്പെട്ടു. ഷാമിലെ ബുസ്ര കോട്ട കൊത്തളങ്ങൾ മുഴുവൻ ആ പ്രകാശത്തിൽ അവിടെ മക്കയിൽ വെളിപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. മശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ഭൂഖണ്ഡമാസകലം അന്ന് പ്രകാശ പൂർണ്ണമായി. സാധാരണ കുഞ്ഞുങ്ങൾ പ്രസവിച്ചു വീഴുന്നത് പോലെയല്ല നബി തങ്ങളുടെ കിടപ്പുണ്ടായിരുന്നത്. 2 കൈകൾക്കുമേലും അവലംബിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലത്ത് ആമിനത്തു ഫമാ ശൈഉൻ അൻദുറുഹു ഫിൽ ബൈത്ത്, അന്ന് ഞാൻ പ്രസവിച്ച ആ വീട്ടിലും ആ റൂമിലും ഞാൻ എന്തു നോക്കുമ്പോഴും അതെല്ലാം പ്രകാശപൂരിതമായിട്ട് ഞാൻ കാണുകയാണ്. ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ എന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ഞാൻ നക്ഷത്രങ്ങൾ എൻ്റെ മേൽ വീഴുമോ എന്ന് വരെ ഞാൻ ആ സന്ദർഭത്തിൽ ഞാൻ ചിന്തിച്ചു പോയി എന്ന് ആമിന ബീവി പറഞ്ഞതായിട്ട് അതൊക്കെ അൽ ബിദായത്തു വൻ നിഹായിലുള്ളതാണ്. ഉലിദ മഖ്തൂനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർഗഭംഗം ചെയ്യപ്പെട്ടവരായിട്ട് ജനിക്കപ്പെട്ടു. അതുപോലെ തന്നെ പൊക്കിൽ കൊടി മുറിക്കപ്പെട്ടവരായിട്ടും ജനിക്കപ്പെട്ടു. ഇങ്ങനെ അതുപോലെ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അന്ന് ഭയങ്കരമായ സങ്കടവും ദുഃഖവും കരച്ചിലും അവനവന്റെ സംഘത്തെ കൂട്ടിയിട്ട് ആർത്തു കരഞ്ഞ ഒരു ദിവസമാണ്. ഇതൊക്കെ അൽ ബിദായത്തു വൻ നിഹായ 2ാമത്തെ വാള്യം 218 229. പിന്നെ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാവാ തടാകം വറ്റി വരണ്ടു, സമാവാ മരുഭൂമി, ജലം ഉറവുപെട്ടി. അതുപോലെയുള്ള ഒരുപാട് വർഷക്കാരുടെ ആയിരക്കണക്കിന് വർഷക്കാലത്തെ ആ ആളിക്കത്തിക്കൊണ്ടിരുന്ന അവരുടെ ആരാധ്യ വസ്തുവായിരുന്ന തീകുണ്ഠാരം കെട്ടണഞ്ഞുപോയി. ഇങ്ങനെ ധാരാളം ഒരുപാട് സംഭവങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അല്ലെങ്കിൽ നബിയുടെ ജന്മം എന്ന് പറയുന്നത് അത് ചരിത്രപരമായിട്ട് ഇസ്ലാമിക ചരിത്രങ്ങളിൽ അതൊരു മഹാസംഭവമായിട്ട്, ലോകത്തെ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അല്ലേ? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. നോബിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും നന്നായി ശ്രദ്ധിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും ജന്മദിനവും സാധാരണക്കാരന്റെ ജന്മം പോലെയും ജന്മദിനം പോലെയുമല്ല, മറിച്ചത് ചരിത്രപരമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം അരങ്ങേറിയ ഏറ്റവും വലിയ ഒരു സംഭവ വികാസമാണ് എന്ന ആ ഒരു സത്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലുറപ്പിച്ചു വെക്കണം. അത് മനസ്സിലാക്കാതെ ചരിത്രത്തിന്റെ ഈ വസ്തുതയിലേക്ക് യാതൊരു നിലക്കും ശ്രദ്ധ കൊടുക്കാത്ത ആളുകളാണ് നബി ജന്മത്തെ ഒരു വേള അതൊരു നിസ്സാര സംഭവമായിട്ട് അതിലെന്തിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്, അല്ലേ, അതിലെന്തിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. ഞാൻ ഇൻഷാ അല്ലാഹ് നബിദിനാഘോഷത്തിന്റെ പ്രമാണങ്ങളിലേക്ക് ഞാൻ വഴിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ നബിയുടെ ജന്മം എന്നുള്ളതിന്റെ പ്രാമാണികമായിട്ട് അതിന്റെ സ്ഥിരീകരണം, അതിന്റെ പ്രസക്തി എന്താണ്? ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാനത് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരുപാട് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ. എന്താണ്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, സുഇല അൻ സൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞത് ഫീഹി വുലിത്തു. തിങ്കളാഴ്ചയുടെ നോമ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ചോദ്യത്തിലടങ്ങിയ ഗുട്ടൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ തിങ്കളാഴ്ചയിലുള്ള പ്രത്യേകമായ ആ സുന്നത്ത് നോമ്പിനെ ഞായറാഴ്ച നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. തിങ്കളാഴ്ചത്തെ നോമ്പ് എന്ന നിയ്യത്തോടു കൂടി ഞായറാഴ്ച നോറ്റാല് അത് ഹറാമായി മാറും. അതേസമയത്ത് തിങ്കളാഴ്ചത്തെ നോമ്പിനെ തിങ്കളാഴ്ച നോൽക്കാതെ ചൊവ്വാഴ്ചയിലേക്ക് നീട്ടിവെച്ചാലോ ആ നോമ്പ് ഖളാ ആയിത്തീരുന്നു. അപ്പോ മുന്തിച്ചാൽ ഒരു വേള ഹറാമാകുകയും പിന്തിക്കുന്നത് കൊണ്ട് ഖളാ ആയി മാറുകയും ചെയ്യും വിധത്തിലുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. വെറുതെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ. അപ്പൊ ആ നിലക്കുള്ള തിങ്കളാഴ്ചയുടെ പ്രത്യേകത എന്താണ് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ ഫഖാല, നബി തങ്ങൾ പറഞ്ഞ മറുപടി ഫീഹി വുലിത്തു, അന്ന് ഞാൻ ജനിച്ചു, വഫീഹി ഉൻസില അലിയ, അന്ന് എൻ്റെ മേൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, വഫീഹി ബുഇസ്തു എന്നും കാണാം, അന്ന് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിയും നബിയുടെ മേൽ ഖുർആനിന്റെ അവതരണവും ഇസ്ലാമികമായി എന്തുമാത്രം പ്രധാനപ്പെട്ടതാണോ, തത്തുല്യമായതോ അതിനേക്കാൾ ഒരളവ് മികച്ചതോ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ദിവസത്തിന് നോമ്പ് സുന്നത്താവ റസൂലുള്ളാഹിന്റെ ജന്മം എന്തിനു ബന്ധപ്പെടുത്തി? തിങ്കളാഴ്ചത്തെ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രസക്തിക്കും പ്രാധാന്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനെ എന്തിനു ബന്ധപ്പെടുത്തി? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് എന്ന് പറയുന്നത് അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവവികാസമാണെന്ന് മാത്രമല്ല, അതിന് പുറമെ അത് ഹദീസ് കൊണ്ടും അത് വലിയ സംഭവവികാസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്. രണ്ടാമതായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അഥവാ ഹിജ്റ 17ാമത്തെ വർഷത്തിൽ ഒരു പുതിയ പരിഷ്കരണം മഹാനവറുകൾ കൊണ്ടുവന്നു. ഏതാണ് ആ പരിഷ്കരണം? ഹിജ്റ കലണ്ടർ സ്ഥാപിക്കുക എന്നുള്ള ഒരു പരിഷ്കരണമാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നത്. ഹിജ്റ കലണ്ടർ സ്ഥാപിക്കുക. അങ്ങനെ ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ സംഭവങ്ങൾക്കും ഓരോ തീരുമാനങ്ങൾക്കും ഓരോ നടപടികൾക്കും അതിനൊരു ഡേറ്റ് വേണം. ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം സംഭവിച്ചു, ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം തീരുമാനിച്ചു, ഇന്ന ഡേറ്റിൽ ഇന്ന കാര്യം നടപ്പിൽ വരുത്തും എന്നിങ്ങനെ ഡേറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഹിജ്റ 17ാമത്തെ വർഷത്തിലാണ് എന്ന് കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ ആ ഡേറ്റിന് ഒരു തുടക്കമാണല്ലോ. ഏതൊരു ഡേറ്റ് ഒരു കലണ്ടറിനും ഒരു തുടക്കമാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ 2014 ഇപ്പൊ ഉള്ളത്. അത് എവിടെ മുതൽക്കാണ് കണക്ക് കൂട്ടി വരുന്നത്? അത് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈസാ നബി എന്ന് നമ്മൾ പറയുന്ന ഈസാ നബി അലി ഇസ്ലാമിന്റെ ജന്മം മുതൽക്കാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവത്തെ തുടക്കമാക്കിക്കൊണ്ടായിരിക്കും എല്ലാ ഡേറ്റുകളും ആരംഭിക്കുക, അല്ലെ? അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കാറുള്ളത്, അല്ലെ സഹോദരന്മാരെ? അതിന് സംശയമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ അതോ കേൾക്കുന്നില്ലേ? കേൾക്കുന്ന ആളുകളൊന്ന് എസ് അടിച്ചാൽ മതി. ഓക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമികമായ ഒരു കലണ്ടറിന്റെ സ്റ്റാർട്ടിങ് അതിനെ സംബന്ധിച്ച് ഫതുഹുൽ ബാരിയിൽ അതിന്റെ 7ാമത്തെ വോള്യം 269ാമത്തെ പേജിൽ പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച സ്വഹാബത്തിന്റെ ഇടയിൽ വന്നപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ച, ഇതുമായി ബന്ധപ്പെട്ട് അഥവാ ഒരു ഇസ്ലാമികമായ ഒരു കലണ്ടർ ആരംഭിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സ്വഹാബത്തിന്റെ ഇടയിൽ വന്നപ്പോ ഏത് സംഭവത്തെയാണ് നമ്മൾ മുന്നിൽ വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ചയായി. അതിനെപ്പറ്റി ഫതുഹുൽ ബാരി പറയാണ്, ഫലമ്മാ ജമഅ അലാ ദാലിക, ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് അടങ്ങിയ അന്നത്തെ കാലത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഖാല ഖൗമൻ, ഒരു കൂട്ടം സ്വഹാബത്ത് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, അർജിഖൂലിൽ മൗലിദി, നബിയുടെ ജന്മദിനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഡേറ്റ് ആരംഭിക്കണം. വേറൊരു കൂട്ടർ പറഞ്ഞു പ്രവാചകത്വ ലബ്ധി മുതൽക്കായിരിക്കണം. വേറൊരു കൂട്ടർ പറഞ്ഞു നബിയുടെ വഫാത്താണ് ഗണിക്കേണ്ടത്. വേറൊരു കൂട്ടർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇങ്ങനെ 4 അഭിപ്രായം വന്നു. 4 അഭിപ്രായത്തിൽ നിന്ന് 4ാമത്തെ അഭിപ്രായമായ ഹിജ്റയുടെ അഭിപ്രായത്തെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സെലക്ട് ചെയ്തത്. സെലക്ഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നബിയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ സംഭവവികാസങ്ങളായിട്ട് സ്വഹാബത്ത് മുന്നിൽ വെച്ചതിൽ ഒന്നാമത്തത്, അല്ലെങ്കിൽ അതിൽപ്പെട്ടൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമായിരുന്നു, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം. അപ്പൊ സ്വഹാബത്ത് വരെ നബിയുടെ ജന്മത്തെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആണ് കണ്ടത്, മനസ്സിലാക്കിയത്, വിശകലനം ചെയ്തത്, വിലയിരുത്തിയത്. ഇതാണ്, ഈ പോയിന്റിലേക്കാണ് ഞാൻ ആ സംഭവത്തെ ഇവിടെ എടുത്തുദ്ധരിച്ചത്. ഈ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ സംഭവം ഞാൻ എടുത്തുദ്ധരിച്ചത്. അതേ സമയത്ത് ഇന്ന് നമ്മുടെ ഈ നബിദിനാഘോഷത്തിന്റെ വിരോധികളായ അത് ശിർക്കും കുഫറുമാണ് എന്ന് പറയുന്ന ദുരാരോപണക്കാരായ ആളുകൾ എന്താ പറയുന്നത്? ശിർക്കും കുഫറുമാണെന്നാണല്ലോ അവർ പറയുന്നത്. നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരു കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അതെങ്കിലും ഒഴിവാക്കേണ്ടതാണെന്നോ ഇതൊന്നല്ല അവർ പറയുന്നത്. അത് കുഫറാണ്. നബിദിനം ആഘോഷിച്ച നൂറ്റാണ്ടുകളായിട്ട് ആഘോഷിക്കുകയും ഇമാമുമാർ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിന്റെ വിധി പറയുകയും അതിന്റെ വിധി പറഞ്ഞ് തീരുമാനിച്ചു പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത ഈ വലിയ ഒരു സംഭവത്തെ കുഫറാക്കി ചിത്രീകരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള വഹാബികളും അനുബന്ധ സംഘടനകളും. ചെറിയ വിഷയമല്ലത്, ഇത് ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെയും ജന്മദിനത്തെയും നമ്മൾ അധികരിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷ പരിപാടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ നടത്തുന്നത്? ഒന്നാമതായിട്ട് നബിയുടെ ജന്മത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം പ്രകടിപ്പിക്കുന്നു. നബിദിനാഘോഷത്തിലുള്ള നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നും അതിന് ഇസ്ലാമികമായി അതിന്റെ പ്രമാണങ്ങളും അതിന്റെ തെളിവുകളും എന്തൊക്കെയാണ് എന്നുമാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന കിതാബിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ നബിദിനാഘോഷം പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. അല്ലതീ യുസാബു അലൈഹാ സാഹിബുഹാ, നബിദിനമാഘോഷിച്ചയാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വണ്ണമായ പ്രതിഫലം ലഭിക്കപ്പെടും. എന്താണ് ഇതിന് കാരണം? ലിമാ ഫീഹി, കാരണം അതിലുണ്ട് മിൻ തഅലീമി ഖദ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമാനത്തെ
ബഹുമാനിക്കുക എന്നുള്ളത് അതിലുണ്ട്. വഇദ്ഹാരിൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബിമൗലിദിഹി ശരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജന്മം കൊണ്ട് സന്തോഷം രേഖപ്പെടുത്തലും അതുപോലെ തന്നെ അതിൽ ഫറഹിനെ, ആഹ്ലാദത്തെ വെളിവാക്കലും അതിൽ ഉള്ളതുകൊണ്ട്. അല്ലേ? കുഫ്ർ എന്ന് ഏത് വഹാബിയാണ് പറഞ്ഞത്? അതൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ചുരുക്കത്തിൽ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലും നബിയുടെ ജന്മം കൊണ്ട് സന്തോഷിക്കലും അതിൽ ആഹ്ലാദം രേഖപ്പെടുത്തലുമുള്ളതുകൊണ്ട് അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് വ്യക്തമായ തീരുമാനം, വിഷയകമായ ഇസ്ലാമികമായ വിധി ബഹുമാനപ്പെട്ട സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ അടുക്കൽ ഇവിഷയകമായിട്ടൊരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ നൽകിയ മറുപടിയും വളരെ കൃത്യമായിട്ട് തന്നെ മഹാനവറുകൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് വളരെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായിരിക്കുന്ന ഒരുപാട് ഇമാമിങ്ങൾ, നമ്മുടെ കർമ്മശാസ്ത്രജ്ഞന്മാരായിരിക്കുന്ന ഇമാമിങ്ങളൊക്കെ തന്നെയും നബിദിനാഘോഷം സുന്നത്തായ ഒരു അമലാണ് എന്ന് വെച്ചാൽ കൂലി കിട്ടുന്ന ഒരു പുണ്യകർമ്മമായിട്ട് തന്നെയാണ് മുൻഗാമികളായിരിക്കുന്ന ഇമാമിങ്ങളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ മുഖല്ലിദുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇമാമുമാരുടെ തീരുമാനം തന്നെയാണ് നമ്മുടെ പ്രമാണം. ഇനി നമ്മൾ അതിന് ആയത്തും ഹദീസും തെരഞ്ഞു പിടിച്ച് നടക്കുക എന്നുള്ളൊരു ഏർപ്പാട് നമുക്ക് ആവശ്യമില്ല. കാരണം ആയത്തും ഹദീസും ഇജ്മാഉം ഖിയാസും അവ വെച്ചുകൊണ്ട് മസ്അലകൾ പറയാനുള്ള ഉസൂലും നിദാന നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് കൂലങ്കുശമായി പഠിച്ചു അതിന്റെ എല്ലാ വശങ്ങളും അറിയുന്ന ഇമാമുമാർ, ആ ഇമാമുമാരാണ് ഈ വിഷയത്തിന്റെ തീരുമാനം പറഞ്ഞു തരേണ്ടത്. അവരതിന്റെ തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നബിദിനാഘോഷം കൂലി കിട്ടുന്ന അമലാകുന്നു, നബിദിനാഘോഷം കൂലി കിട്ടുന്ന അമലാകുന്നു എന്ന് അതിന്റെ തീരുമാനം നമ്മുടെ ഇമാമിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ അതിനൊരു പുതിയ അതിന്റെ പ്രമാണങ്ങൾ പരതേണ്ടുന്ന ഒരു ആവശ്യം യഥാർത്ഥ മുഖല്ലിദുകളായ നമുക്കില്ല. പിന്നെ അന്ധമായിട്ട് ജാഹിലീങ്ങളായ മൗലവിമാരെ തഖലീദ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മുജാഹിദുകളുണ്ട്, അതുപോലെ തന്നെ മൗദൂദികളൊക്കെ ഉണ്ട്. അവരും മുഖല്ലിദുകളാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് സുന്നികൾ മാത്രമാണ് മുഖല്ലിദീങ്ങള്, മുജാഹിദുകളും മൗദൂദികളൊന്നും മുഖല്ലിദീങ്ങളല്ല. അഥവാ ഒരു പിന്നെ ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും വെച്ചുകൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മസ്അല പറയുന്ന ഒരാളെ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എടുത്തുകൊണ്ട് അമൽ ചെയ്യുന്നവരൊന്നുമല്ല. അവർ ഖുർആനും ഹദീസിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലേ? പക്ഷെ ആ ആളുകളെ യഥാർത്ഥത്തിൽ ഇവരാണ് നമ്മുടെ നാട്ടിലെ ജാഹിലീങ്ങളായിരിക്കുന്ന പാമരന്മാരായിരിക്കുന്ന മുജാഹിദ് മൗദൂദി ആദി ആളുകള് അവരുടെ ഇന്നത്തെ ഈ വാടക പ്രാസംഗികരായ സ്റ്റേജ് പ്രഭാഷകരായ ആളുകളെ അന്ധമായിട്ടാണ് പിൻപറ്റി. അവരെന്താണോ പറയുന്നത് അതാണ് ദീന്. എന്നാൽ അവര് പറഞ്ഞ ദീനിനെ വിശകലനം ചെയ്യാൻ മാത്രമുള്ള അറിവോ അല്ലെങ്കിൽ ഖുർആനോ ഹദീസോ സ്വതന്ത്രമായി സ്വന്തമായിട്ടൊന്ന് പരതാനുള്ള കഴിവോ അവർക്കുണ്ടോ? അതില്ല. എന്നാൽ ഇല്ല എന്നവർ സമ്മതിക്കുമോ? അതുമില്ല. അറിവില്ലായ്മ എന്നുള്ളത് ഒരു പക്ഷേ വലിയൊരു പാകപ്പിഴവായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ അറിവുള്ളവനേക്കാൾ അറിവില്ലാത്തവനായിരിക്കും പടച്ച തമ്പുരാന്റെ അടുക്കൽ ഏറ്റവും വലിയവൻ. അതേ സമയത്ത് എനിക്ക് അറിവില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിവില്ലാത്തവനോ ജഹ്ൽ മുറക്കബ് എന്ന് പറയും. രണ്ടറിവില്ലായ്മ ഒത്തുകൂടിയ ഇതിനെ സംബന്ധിച്ചാണ് ജഹ്ൽ മുറക്കബ് എന്ന് പറയുക. ആ ജഹ്ൽ മുറക്കബിന്റെ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒന്നാന്തരം മുഖല്ലിദീങ്ങളാണ്. പക്ഷെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ യഥാർത്ഥത്തിൽ ഇമാമിങ്ങളെ തഖലീദ് ചെയ്യുന്നു. അതേ സമയത്ത് ജാഹിലീങ്ങളായ മൗലവിമാരെ, പാമരന്മാരായ മൗലവിമാരെ ആര് തഖലീദ് ചെയ്യുന്നു? മുജാഹിദുകളും മൗദൂദികളും തഖലീദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്തുടരുന്നു. ഇതാണ് സുന്നികളും ഇവിടുത്തെ മുബ്തദിഈങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നബിദിനാഘോഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൽഹാറുൽ ഫറഹി ബി മൗലിദിഹി ഷരീഫ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ജന്മത്തെ കൊണ്ട് സന്തോഷം
പ്രകടിപ്പിക്കുക. ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവാറുള്ളത്. ആ ചോദ്യത്തിന് മറുപടി നമ്മുടെ ഇമാമിങ്ങൾ ഇത് കൃത്യമായി രേഖപ്പെടുത്തി. ഇമാമിങ്ങൾ എന്തുകൊണ്ട് ഇത് രേഖപ്പെടുത്തി? ആ ഇമാമിങ്ങൾ ഈ വിഷയമായിട്ട് ഇതിനെ അവലംബിക്കുവാൻ അവർക്ക് ഖുർആനോ ഹദീസോ പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്തുണ നൽകിയിട്ടുണ്ട്. സൂറത്ത് യൂനുസിന്റെ 57-58 വചനങ്ങൾ പരിശോധിക്കുക. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു പറയാണ്, ഖുൽ പ്രഖ്യാപിക്കുക നബിയെ, ബിഫദ്ലില്ലാ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും വബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ടും ഫബിദാലിക അതുകൊണ്ട് തന്നെ ഫൽയഫ്റഹു അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, അതുകൊണ്ട് തന്നെ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ, അവർ ഒരുമിച്ച് കൂട്ടുന്ന സർവ്വതിനേക്കാളും അതവർക്ക് ഖൈറാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇവിടെ അല്ലാഹുവിന്റെ ഫദ്ല്, അല്ലാഹുവിന്റെ റഹ്മത്ത്. എന്താണ് ഈ ഫദ്ലും റഹ്മത്തും? അത് കൂടുതൽ ചിന്തിച്ച് തല പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ഒരു ആയത്തിന് മറ്റൊരു ആയത്ത് തഫ്സീറാവും. ഖുർആൻ തന്നെ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, എല്ലാ ലോകങ്ങൾക്കും റഹ്മത്തായിട്ടാണ് നബിയെ അങ്ങേ നാം അയച്ചിട്ടുള്ളത്. അപ്പൊ നബി തങ്ങൾ റഹ്മത്താണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളതിൽ എടുത്തു പറയേണ്ടുന്ന റഹ്മത്ത് നബി തങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളതിൽ എടുത്തു പറയേണ്ടത് നബി തങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, വൽ മശ്ഹൂറു വസ്ഫുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറഹ്മഹ്, റഹ്മത്ത് എന്നതുകൊണ്ട് നബിയെ വിശേഷിപ്പിക്കലാണ് മുഫസ്സിരീങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ളത്, അവരുടെ അടുക്കൽ പ്രസിദ്ധമായിട്ടുള്ളത്. അതെവിടുന്ന് കിട്ടി? കമാ യുർഷിദു ഇലൈഹി ഖൗലുഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന ആയത്ത് വിരൽ ചൂണ്ടുന്നത് പോലെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ അദ്ദുറുൽ മൻസൂർ എന്ന കിതാബിൽ അതിന്റെ 4-ാമത്തെ വാള്യം 367-ാമത്തെ പേജില് കൃത്യമായി നമ്മ പഠിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോ ചില പൊട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ റസൂലാക്കിയത് ആലമീൻ ലോകർക്ക് റഹ്മത്തായിട്ടാണ്. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞാൽ 40 മുതൽക്ക് എന്താണിത്? റസൂൽ എന്ന് പറഞ്ഞാൽ 40 മുതൽക്ക് 63 വയസ്സ് വരേക്കും അപ്പോഴല്ലേ റസൂലായിട്ടുള്ളൂ. അത് ജന്മദിനവുമായിട്ട് എന്ത് ബന്ധമാണ്? ജന്മദിനവുമായിട്ട് എന്ത് ബന്ധമാണ്? നബി തങ്ങൾക്ക് റിസാലത്ത് ലഭിക്കുന്നത്, റിസാലത്തിന്റെ പവർ ലഭിക്കുന്നത് 40 മുതൽക്കല്ലേ? അതും ഈ മൗലിദും തമ്മിൽ എന്താ ബന്ധം? ഈ ആയത്തിന് മൗലിദിനോട് എന്തിനാ നിങ്ങൾ ഘടിപ്പിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ അവരോട് പറയാനുള്ളത്, അറബി ഗ്രാമർ ഇങ്ങോട്ട് പഠിക്കാതെ കണ്ട പരിഭാഷ വായിച്ചതുകൊണ്ടാണ് ഈ ജാതി മുസീബത്തുകളൊക്കെ പറയേണ്ടി വരുന്നത്. സകല ലോകങ്ങൾക്കും റഹ്മത്താണെന്നാണ്. സകല ലോകങ്ങൾക്കും റഹ്മത്താവുക എന്നുള്ള നബിയുടെ ആ അവസ്ഥ ഒരിക്കലും അത് മുറിഞ്ഞു പോകുന്നില്ല. അതിന് ഒരു ആ റിസാലത്തിന് അല്ലാഹു തആല 40-ാമത്തെ വയസ്സിൽ ഔദ്യോഗികമായിട്ട് അതല്ലെങ്കിൽ ജിബ്രീലിലൂടെ നൽകുന്ന ആ ഒരു സന്ദർഭത്തിൽ മാത്രം അത് പരിമിതമല്ല. അവിടെ മുതൽക്ക് ആരംഭിച്ച് മുറിഞ്ഞു പോവുക എന്നുള്ളൊരു അവസ്ഥയല്ല ആ റഹ്മത്ത് എന്നുള്ള അവസ്ഥക്കുള്ളത്. മറിച്ച് അത് എക്കാലത്തുമുള്ള റഹ്മത്താണ്. അതാണ് അറബിയുടെ ഗ്രാമർ പഠിക്കാതെ അർത്ഥം വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ്. അറബി ഭാഷ പഠിക്കാതെ, അറബിയുടെ സാഹിത്യം പഠിക്കാതെ, ഇൽമുൽ മആനിയും ഇൽമുൽ ബയാനും ഒന്നും പരിഗണിക്കാതെ ഏതോ മൗലവി പരിഭാഷപ്പെടുത്തിയ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ഹിന്ദി ഉറുദു ട്രാൻസ്ലേഷനുകൾ ഇങ്ങനെ നോക്കുക, എന്നിട്ട് ഇതാണ് ഖുർആൻ, അതിന്റെ അപ്പുറം ഒന്നും ഖുർആനില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയ പാവം ജാഹിലീങ്ങൾ.
ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഒരു വ്യക്തിയെ എടുത്തിട്ടല്ല പറയുന്നത്, മറിച്ച് ഈ ഇങ്ങനെയുള്ള രീതിയിൽ ഖുർആനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഖുർആൻ എന്ന് അന്ധമായി തെറ്റിദ്ധരിച്ചു പോയ ഈ ആളുകളെ കുറിച്ച് മൊത്തത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ വാദിക്കുന്ന പരാമർശമല്ല, വ്യക്തിയെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ മാർഗവുമല്ല. അപ്പൊ ഈ നിലക്കുള്ള ജാഹിലീങ്ങളായ ആളുകൾ ഖുർആൻ അർത്ഥം വെക്കുമ്പോഴാണ് ഇജ്ജാതി ചോദ്യങ്ങളൊക്കെ വരുന്നത്. മറിച്ച് നബി റസൂലാക്കപ്പെട്ടത് എപ്പോഴാണെങ്കിലും നബി റഹ്മത്താവുക എന്നുള്ളത് എക്കാലത്തുമുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നബി റസൂലാവുക എന്നുള്ളത് എപ്പോഴാണെങ്കിലും നബി റഹ്മത്താവുക എന്നുള്ളത് എക്കാലത്തുമുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ദുർറുൽ മൻസൂറിന്റെ 4-ാമത്തെ വാള്യം 367-ാമത്തെ പേജിൽ പറയുന്നു, വൽ മശ്ഹൂർ വസ്ഫുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറഹ്മ കമാ യുർഷിദു ഇലൈഹി ഖൗലുഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് റഹ്മത്ത്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അപ്പൊ അതിന്റെ പേരിൽ സന്തോഷിക്കുക എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചെന്ന ആശയമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്ന് പറയുന്നത് വലിയൊരു നിഅമത്താണ് നമ്മൾ പറയുകയുണ്ടായി. ആ നിഅമത്തിനെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിക്കുക എന്നുള്ളതിന്റെ വിധി എന്താണ്? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ റബ്ബ് നിനക്ക് നൽകിയ നിഅമത്തിനെ നീ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ നിഅമത്തി റബ്ബിക എന്നുള്ള ഇലാഫത്തിന് ഒരുപാട് നിലക്ക് നമുക്ക് വിശദീകരണം നൽകാം. റബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്തിനെ എടുത്തു പറയുക എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം. അറബി ഗ്രാമർ അനുസരിച്ച് ഒരുപാട് അർത്ഥങ്ങൾ അവിടെ നൽകാം. അതിൽ നിന്ന് റബ്ബിന്റെ ഏറ്റവും സുപ്രധാനമായ നിഅമത്ത് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു റസൂലിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്നു എന്നുള്ളത് ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് കിട്ടി എന്നുള്ളത് മാത്രം അതല്ല നിഅമത്ത്. അതിനെയല്ല ഇവിടെ ഈ ആയത്തിൽ നിഅമത്ത് എന്ന് പറഞ്ഞത്. ഈ ആയത്തിൽ റസൂല് നമ്മളിലേക്ക് വന്നു, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ റസൂൽ നമ്മളിലേക്ക് വന്നു എന്നുള്ള ആ നിലക്ക് തന്നെയാണ് റസൂലിനെ വലിയൊരു നിഅമത്തായിട്ടാണ് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നിഅമത്തിനെ കുറിച്ച് പറയുക. വദ്കുറു യാ അയ്യുഹല്ലദീന ആമനുദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് മേലുള്ള അല്ലാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നബിദിനാഘോഷത്തിൽ നടക്കുന്ന മറ്റൊരു വിഷയം. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ്. ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മെസ്സേജുകൾ, നബി തങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ, നബി തങ്ങൾ നടത്തിയ വിപ്ലവങ്ങൾ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പോരെ? നബിനെങ്ങനെ വലുതാക്കി പറയുന്നത് എന്തിനാണ്? അല്ലേ? നബിനെങ്ങനെ വലുതാക്കി എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ വർണ്ണിക്കുന്നത് എന്തിനാ? നബിയെ നമ്മളിങ്ങനെ നബിനെന്തിനാ വർണ്ണിക്കാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന സന്ദേശങ്ങളും കാണിച്ചു തന്ന മാർഗങ്ങളും അവിടുത്തെ മാതൃകകളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുത്തിയ സാമൂഹ്യ മാറ്റങ്ങളും വിപ്ലവങ്ങളും ചർച്ച ചെയ്താൽ പോരെ? നമ്മളെന്തിനാണ് നബിയെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്നാണ് ചില ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വാദം വളരെ തെറ്റായ വാദമാണ്. മുഹമ്മദ് എന്ന നാമകരണം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയതിന്റെ പശ്ചാത്തലം, അന്ന് ഖുറൈശികൾക്കിടയിൽ പരിചയമില്ലാത്തൊരു നാമമായിരുന്നു മുഹമ്മദ്. എന്തിനാണ് മുഹമ്മദ് എന്ന പേര് തന്നെ അങ്ങയുടെ പേരക്കുട്ടിക്ക് നൽകിയതെന്ന് ഖുറൈശികൾ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി എന്താണ്?
ഈ കുട്ടിയെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പറയാൻ ഞാൻ അഭിലഷിക്കുന്നു. ഈ കുട്ടിയെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പറയാൻ ഞാൻ അഭിലഷിക്കുന്നു എന്നല്ലേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്? ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അർശിന്റെ അധിപൻ മഹ്മൂദാണെങ്കിൽ ഈ പ്രവാചകൻ മുഹമ്മദാകുന്നു എന്ന് കവി പാടിയത് പുകഴ്ത്തപ്പെടുന്നയാൾ, പുകഴ്ത്തപ്പെടുന്ന അനുപമമായ വ്യക്തിത്വം ആണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടാനുള്ളതല്ലേ? അല്ലേ? നന്നായി മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താൻ വേണ്ടി സ്വഹാബത്ത് സമയം നീക്കി വെച്ചിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറയാം. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങുമ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, ഇന്നി ഉരീദു അൻ അംതദിഹക യാ റസൂലല്ലാഹ്. പുണ്യ നബിയെ, അങ്ങേ ഞാനൊന്ന് വാഴ്ത്തിപ്പാടട്ടെ നബിയെ. നബി തങ്ങൾ എന്നെ വാഴ്ത്തൊന്നും വേണ്ട എന്നാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ, നീ വാഴ്ത്തിക്കോ എന്നാ പറഞ്ഞത്. അപ്പൊ വാഴ്ത്തുക, പുകഴ്ത്തുക എന്നുള്ളത് അതിന് ഏറ്റവും അർഹതപ്പെട്ട ആള് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് മാത്രമല്ല, ആ വാഴ്ത്തുക എന്നുള്ള പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരത്തിന് വിധേയമായതുമാണ്, സ്വഹാബത്ത് അനുവർത്തിച്ചതുമാണ് എന്നാണ് എൻ്റെ സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്വഹാബത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവികരായിരിക്കുന്ന പ്രവാചകന്മാരെ വാഴ്ത്തുകയും അത് കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരികയും കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നബിയുടെ ധാരാളം മദ്ഹുകൾ പറയുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണമായിട്ട് ഒരിക്കൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പൂർവികരായിരിക്കുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് ധാരാളം ഇങ്ങനെ മദ്ഹ് പറയുകയാണ്, ധാരാളം ഒരുപാട് മദ്ഹ് പറയാണ്. ഏതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മദ്ഹ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മദ്ഹ്, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മദ്ഹ്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ആ പ്രവാചകന്മാരൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതോടൊപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഹബീബുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ്, ഞാൻ ഖലീലുല്ലാ, ഞാൻ ഹബീബുല്ലാ, അള്ളാഹുവിന്റെ ഹബീബാണ്. വലാ ഫഖറ, അതിൽ ഞാൻ അഹന്തപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ സാഹിബ് ലിവാഇൽ ഹംദ്, ഞാൻ ലിവാഉൽ ഹംദിന്റെ സാഹിബാണ്. വലാ ഫഖറ, ഞാൻ അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ, ഞാൻ ശിപാർശ ചെയ്യുന്നവരിൽ ഒന്നാമനാണ്, ശിപാർശ സ്വീകരിക്കപ്പെടുന്നവരിൽ ഒന്നാമനാണ്. ഞാനാണ് സ്വർഗത്തിന്റെ ചാവി, സ്വർഗത്തിന്റെ കവാടം തുറക്കുക ആദ്യമായിട്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ വർണ്ണിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞത് ചരിത്രത്തിൽ കാണാം. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് നബിയെ പാടി പുകഴ്ത്തി. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി, പ്രകാശപൂരിതമായൊരു ഘടികം തന്നെയാണ്. മുഹന്നദുൻ, അത് ഇന്ത്യൻ നിർമ്മിതമാണ്. മിൻ സുയൂഫില്ലാ, അല്ലാഹുവിന്റെ ഘടികങ്ങളിൽപ്പെട്ടതാണ്. മസ്ലൂലിനത് ശത്രുക്കൾക്കെതിരിൽ അത് ഘോരമായ പ്രതികരണ ശേഷിയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാടി പുകഴ്ത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. പിന്നീട് നബിദിനാഘോഷത്തിൽ നമ്മൾ നടത്തുന്നത് എന്താണ്? നബിയുടെ മേലില് സലാത്തും സലാമും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെന്താ പിന്നെ പ്രത്യേക ചർച്ച ഉള്ളത്? അല്ലേ?
അതിലെന്തിനാണ് ഇത്ര? അതിലാർക്കും തർക്കമില്ലല്ലോ. നബിയുടെ മേൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ആശയമാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എൻ്റെ മേൽ സലാത്തും സലാമും ചൊല്ലിക്കോളി. സലാത്തും സലാമും ചൊല്ലിക്കോളി എന്നുള്ളത് അത് നിരുപാധികമായിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിന് ഒരു നിബന്ധനകൾ വെക്കുന്നില്ല. ഇന്ന സമയത്തെന്നോ അതല്ലെങ്കിൽ ഇത്ര പ്രാവശ്യമെന്നോ ഇന്ന കൈഫിയത്തിൽ എന്നോ ഒന്നുള്ള ഒരു നിബന്ധനയും അവിടെ പറയുന്നില്ല. ആ രൂപത്തിൽ പ്രത്യേകിച്ച് ഉപാധികൾ വെക്കാതെ പല നിലക്കും ചൊല്ലാവുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നബിയുടെ മേലെ സലാത്തും സലാമും ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നബിദിനാഘോഷത്തിൽ നടന്നു വരുന്നത്. നമ്മുടെ ഘോഷയാത്രയിലൊക്കെ എന്താ കാണുന്നത്? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേറ്റ സംഭവം സഹീഹുൽ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേറ്റ സംഭവം സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് മാത്രം വായിക്കാം. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയിൽ പറയാണ്, സുമ്മ ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കടന്നു വരിക, മദീനയിലേക്ക് കടന്നു വരികയാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫമാ റഅയ്തു അഹ്ലൽ മദീനത്തി ഫരിഹു ബിശൈഇൻ ഫറഹഹും ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അവർ സന്തോഷിച്ചതിന് തുല്യമായ മറ്റൊരു സന്തോഷവും മദീനാവാസികളിൽ ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം? പെണ്ണുങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു, ഖദിമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇതാ വരുന്നു എന്നവരിങ്ങനെ പറയാൻ തുടങ്ങി. മാത്രമല്ല ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഉദ്ധരിക്കുന്നത് എന്താണ്? അഖ്റജൽ ഹാകിം മിൻ തരീഖ് ഇസ്ഹാഖ് ബിൻ അബി തൽഹത അൻ അനസ്. അനസിൽ നിന്ന് ഹാക്കിം റിപ്പോർട്ട് ചെയ്യുകയാണ്, ഫഖറജത് ജവാരിൻ മിൻ ബനിൻ നജ്ജാർ, ബനിൻ നജ്ജാറുകളിൽപ്പെട്ട ഒരു കൂട്ടം പെണ്ണുങ്ങൾ പുറത്തു വരികയാണ്. അവർ പുറത്തിറങ്ങുകയാണ്. യദ്രിബിന ബിദ്ദുഫി, അവർ ദഫ് മുട്ടി പാട്ട് പാടുകയാണ്. വഹുന്ന യഖുൽന, അവരിങ്ങനെ പാട്ട് പാടുകയാണ്, നഹ്നു ജവാരിൻ മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി ഉദ്ധരിക്കുകയാണ്, ലമ്മാ ദഖല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത ജഅലൽ വലായിദ് യഖുൽന. സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ പാടാൻ തുടങ്ങി, ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദാഇ എന്നിങ്ങനെ അവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സന്തോഷിക്കുകയും അതിന്റെ പേരിൽ ദഫ്മുട്ടുകയും അതിന്റെ പേരിൽ പാട്ട് പാടുകയും ചെയ്യുക എന്നുള്ളതൊക്കെ അതൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സന്തോഷത്തിന്റെ രേഖപ്പെടുത്തുന്നതിന്റെ വ്യത്യസ്തമായ രീതികളാണ് എന്നാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ചിന്തിക്കാനുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നീട് എൻ്റെ സംസാരം പരമാവധി ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പറയാനുള്ള ഒരു പോയിന്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മം എന്ന് പറയുന്നത് അത് ലോകത്തെ ഏറ്റവും വലിയ സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ച ദിവസങ്ങളിൽ, ദിനരാത്രികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിനം ഏതെന്ന് ചോദിച്ചാൽ ഉള്ള മറുപടി എന്താണ്? ഒരാൾ മറ്റൊരാളോട് ചോദിക്കാണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല ദിനരാത്രങ്ങളെ സംവിധാനിച്ചല്ലോ. അവൻ സംവിധാനിച്ച ദിനരാത്രികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിനം ഏതെന്നു ചോദിച്ചാൽ അതിന് മറ്റേയാൾ നൽകേണ്ടുന്ന മറുപടി എന്താണ്? ഇമാമുമാർ വിശദീകരിക്കുന്നു, വഹുവ യൗമു വിലാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ അവിടുന്ന് ജനിച്ച ആ ദിവസമാകുന്നു. ഇത് ഇമാമിങ്ങൾ പറഞ്ഞു കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സവിശേഷമായ ആ ദിവസത്തെ, അതിന്റെ പേരിലുള്ള സന്തോഷത്തെ നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ടോ? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന കിതാബിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ഖുൽതു വഖദ് ലഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖറ വഹുവ മാ അഖ്റജഹു അൽ ബൈഹഖി അൻ അനസ് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ അൻ നഫ്സിഹി ബഅദ അൻ-നുബുവ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം സ്വന്തമായിട്ട് അഖീഖത്ത് അറുക്കുകയുണ്ടായി. മഅ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ അൻഹു ഫീ സാബിഇ വിലാദതിഹി. ഏതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് തന്നെ നബിയുടെ പേരിൽ അഖീഖത്ത് അറുത്തിരിക്കെ, വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ, അഖീഖത്ത് പിന്നെ രണ്ടാമതൊരു തവണ ആവർത്തിക്കപ്പെടുകയില്ലല്ലോ. ഫയുഹ്മലു ദാലിക അലാ അന്നല്ലദീ ഫഅലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കപ്പെടേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പ്രവർത്തിച്ചത് ഇദ്ഹാറുൽ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകങ്ങൾക്കും റഹ്മത്തായിട്ട് നബി തങ്ങളെ ഇവിടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിന്റെ പേരിൽ ശുക്രിന്റെ രേഖപ്പെടുത്തലാണതെന്ന് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. വത്തശ്രീഉ ലി ഉമ്മത്തിഹി, അത് ഉമ്മത്തിനിക്ക് ശർആക്കി കൊടുക്കലുമാണ്. കമാ കാന യുസല്ലി അലാ നഫ്സിഹി ലിദാലിക ഫയുസ്തഹബ്ബു ലനാ അയ്ദൻ, അതുകൊണ്ട് നമുക്കും സുന്നത്താണ്. ഇമാം സുയൂത്തി തങ്ങൾ പറയാണ് നമുക്ക് സുന്നത്താണ്, അതിന്റെ വിധിയാണ് പറഞ്ഞത്. ഫയുസ്തഹബ്ബു ലനാ അയ്ദൻ ഇദ്ഹാറു ശുക്രി ബിമൗലിദിഹി, നബി തങ്ങളുടെ ജന്മം കൊണ്ട് ശുക്രിനെ വെളിവാക്കൽ, ബിൽ ഇജ്തിമാഇ ഒരുമിച്ച് കൂടൽ കൊണ്ടും, വയിത്ആനി തുആം ഭക്ഷണം നൽകൽ കൊണ്ടും, വനഹബി ദാലിക അത് പോലുള്ളത് കൊണ്ടും. അതെന്തിനാൽ മിൻ വുജൂഹിൽ ഖുർബാതി വ ഇദ്ഹാരിൽ മസറാത്ത്, സന്തോഷങ്ങൾ രേഖപ്പെടുത്തുക, മറ്റു പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുക പോലുള്ളതായ കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്റെ സന്തോഷത്തെ അത് രേഖപ്പെടുത്തേണ്ടത്, അത് രേഖപ്പെടുത്തും, അത് വെളിവാക്കുന്നത് ആവർത്തിക്കപ്പെടേണ്ടതാണെന്നുള്ള വസ്തുതയിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു വിരൽ ചൂണ്ടുകയാണ്. ഇനി അത് വർഷാവർഷം ആവർത്തിക്കുന്നതിന് എന്താണ് പ്രമാണം? അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഖദ് ലഹറ ലി തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ, കൃത്യമായ ഒരു പ്രമാണം കൊണ്ട് അതിനെ തഖ്രീജ് ചെയ്യൽ എനിക്ക് വെളിവായിട്ടുണ്ട്. വഹുവ മാ സബത ഫി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടല്ലോ. മിൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു. ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശൂറ, ആശൂറ ദിവസത്തിൽ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നതായിട്ട് കണ്ടു. അവരോട് നബി തങ്ങൾ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഹാദാ ഹുവ യൗമുൻ അഗ്റഖല്ലാഹു ഫീഹി ഫിർഔന വനജ്ജാ മൂസ, ഇത് അല്ലാഹു തആല ഫിർഔനെ മുക്കിക്കൊന്ന ദിവസമാണ്, മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫനഹനു നസൂമുഹു ശുക്റൻ ലില്ലാഹി തആല. കണ്ടോ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നോമ്പ് നോൽക്കുകയാണ്. ഫയിസ്തഫാദു മിൻഹു ഫിഅലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ, നിർണിതമായ ഒരു ദിവസത്തിൽ അല്ലാഹു നൽകുന്ന നിഅമത്തിന് വേണ്ടി ശുക്ർ അത് പ്രവർത്തിക്കുക എന്നുള്ളത് വേണ്ടതാണെന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. വശുക്റു ലില്ലാഹി തആല, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക എന്നുള്ളത് എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ആ നിഅമത്ത് മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മ, ഒന്നിരിക്കൽ അതൊരു നിഅമത്ത് തരലായിരിക്കും, അല്ലെങ്കിൽ ഒരു നിഖ്മത്തിനെ തടുക്കലായിരിക്കും. വയുആദു ദാലിക ഫീ നദീരി ദാലികൽ യൗം മിൻ കുല്ലി സനഹ, ഓരോ വർഷത്തിലും
പ്രസ്തുത ദിവസത്തിന്റെ ആവർത്തിതങ്ങളിൽ അത് മടക്കപ്പെടേണ്ടതുമാണ്. വശുക്രിലില്ലാഹ് യഹ്സുലു ബി അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ വിവിധ ഇനങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ ശുക്ർ നടപ്പിലാക്കപ്പെടാം. കസുജൂദ് വസ്സിയാം വസ്സദഖ വത്തിലാവ, അത് സുജൂദാവാം, നോമ്പാവാം, സദഖയാവാം, ഖുർആൻ പാരായണമാവാം, അതുപോലുള്ള ഏതുമാവാം. അതുകൊണ്ട് തന്നെ ഫയംബഗി അൻ യതഹറൽ യൗമ ബിഐനിഹി എന്നാണ്. 12ന്റെ അന്നു തന്നെ പ്രത്യേകമായിട്ട് അതിനെ ഗൗനിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകും. ബഹുമാനപ്പെട്ട ആരാ ഇത് പറയുന്നത്? ഫയംബഗി അൻ യതഹറൽ യൗം ബിഐനിഹി ഹത്താ യുതാബിഖ ഖിസ്സത മൂസ ഫി യൗമി ആശുറാ. 12ന്റെ ആ ദിവസത്തെ തന്നെ പ്രത്യേകം ഗൗനിക്കൽ അത്യന്താപേക്ഷിതമാകും. വമല്ലം യുലാഹിദ് ദാലിക, 12ന്റെ അന്ന് അതിന് പരിഗണന കൊടുക്കാത്തവൻ ലാ യുബാലി, നബിനല്ലാത്ത ദിവസം മൗലിദ് ആഘോഷിക്കോ? ഇല്ല. ലാ യുബാലി ബി അമലിൽ മൗലിദ് ഫി അയ്യി യൗമിൻ മിന അശ്ശഹർ, അല്ലേ? ആ മാസത്തിൽ ഒരൊറ്റ ദിവസത്തിലും പിന്നെ അവൻ അമലിൽ മൗലിദിന് വില കൊടുക്കുകയില്ല. അതുകൊണ്ട് 12 തന്നെ കൃത്യമായി അതിന് ഗൗരവം കൊടുക്കാനും അത് പ്രത്യേകമായിട്ട് അതിൽ ആഘോഷകർമ്മങ്ങൾ നിർവഹിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഹാഫിദുൽ അസ്ർ അബുൽ ഫദ്ൽ അഹ്മദ് ബിൻ ഹജർ റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ മഹാന്മാരൊക്കെ തന്നെയും നബിദിനാഘോഷം അത് സുന്നത്താണെന്ന് രേഖപ്പെടുത്തുകയും മാത്രവുമല്ല ആ ആഘോഷം അത് പ്രാമാണികമായ പിൻബലമുള്ളതാണ് എന്ന് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തതിന്റെ രേഖകളാണ് ഞാനിവിടെ വായിച്ചത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മാലിക്കി മദ്ഹബുകാരനായ ഫാക്കിഹാനി എന്ന് പറയുന്ന ഒരാൾക്ക് അത് കറാഹത്താണ് എന്നൊരു അഭിപ്രായം ഉടലെടുക്കുകയും പക്ഷേ ആ അഭിപ്രായത്തെ നമ്പർ വൺ നമ്പറായിട്ട് 1/1 ആയിട്ട് ഓരോന്നിനും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന ആ റിസാലയിൽ, ആ കൊച്ചുകൃതിയിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഇമാം ഫാക്കിഹാനിയുടെ ചില വാദമുഖങ്ങളെ എഴുന്നള്ളിച്ചുകൊണ്ട് നബിദിനാഘോഷത്തെ തച്ചു തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ നബിദിനാഘോഷം ശിർക്കും കുഫ്റുമാണെന്ന് വാദിക്കുന്ന മുജാഹിദുകളാണ് ഇതിന്റെ മുൻപന്തിയിലുള്ളത്. അല്ലേ? മുജാഹിദുകൾക്ക് എന്താ പണി? റബീഉൽ അവ്വലായ നാട് നീളെ ഒട്ടിക്കല അവരുടെ പണി, പോസ്റ്റർ ഒട്ടിക്ക. നബിദിനാഘോഷം ബിദ്അത്ത്, അത് ശിർക്കാണ്. നബിദിനാഘോഷം ശിർക്കാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. എത്രത്തോളം അവരിങ്ങനെ പറയാറുള്ളത്? നബിദിനാഘോഷം ശിർക്ക് മാത്രമല്ല ബിദ്അത്ത് കൂടിയാണ്. പറയേണ്ടത് എങ്ങനെയാണ്? ഇതിന്റെ തർത്തീബ് പ്രകാരം പറയേണ്ടത് എന്താണ്? നബിദിനാഘോഷം ബിദ്അത്ത് മാത്രമല്ല ശിർക്ക് കൂടിയാണ്. ഇതങ്ങനല്ല. നബിദിനാഘോഷം ശിർക്ക് മാത്രമല്ല ബിദ്അത്ത് കൂടിയാണ്. വലുത് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഗൗരവം കൂട്ടാൻ വേണ്ടി ചെറുതു പറയാം. എന്ത് പൊട്ടപ്പോയത്താണിത്, അല്ലേ? എന്ത് പൊട്ടപ്പോയത്താണ് ആ പറയുന്നത്? ബിദ്അത്ത് മാത്രമല്ല ശിർക്ക് കൂടിയാണെന്ന് പറയുകയാണെങ്കിൽ ആ പറച്ചിലൊരു രസം ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ല അവർ പറയാറുള്ളത്. ശിർക്ക് മാത്രമല്ല ബിദ്അത്ത് കൂടിയാണ്. അപ്പോൾ നബിദിനം ആഘോഷിച്ച ആളുകളൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്നാണ് ഇവിടെ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഈ വിഷയത്തിൽ തർക്കമുണ്ടാവാൻ ഒരു വജ്ഹ് ഇല്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഒരു തർക്കമുണ്ടാകാൻ യാതൊരു വകുപ്പുമില്ല. കാരണം എന്തുകൊണ്ട്? സുന്നികളെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നബിദിനം ആഘോഷിച്ചത് ആരാണ്? മുജാഹിദുകളായിരുന്നു. 950-കൾക്ക് മുമ്പുള്ള കേരള മുസ്ലിങ്ങളുടെ, മലയാളി മുസ്ലിങ്ങളുടെ ചരിത്രം അങ്ങനെയാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ്, ഏത് ടേണിങ്ങിൽ നിന്നാണ് മുജാഹിദുകൾ ഈ തലതിരിഞ്ഞ ആശയം തുടങ്ങിയത്? അല്ലേ? മുജാഹിദുകളും സുന്നികളും ഈ വിഷയത്തിൽ തർക്കമല്ലല്ലോ യഥാർത്ഥത്തിൽ. നബിദിനം ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന വിഷയത്തിൽ കേരളത്തിലുള്ള വഹാബികളും അതുപോലെ തന്നെ സുന്നികളും തമ്മിൽ തർക്കമില്ല എന്നുള്ളതാണ്. തർക്കമില്ല. പിന്നെ ഏതു ടേണിങ്ങിൽ നിന്നാണ് പിന്നീട് അവർ തർക്കം ഉന്നയിക്കാൻ തുടങ്ങിയത്? ആ വർഷം ഏതാണ്? ഏതാനും അധിക നാളുകളൊന്നും ആയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ,
നബിദിനാഘോഷം എന്ന് പറയുന്നത് അതിൽ നമ്മൾ കാലികമായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഘോഷയാത്ര നടത്താറുണ്ട്. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഘോഷയാത്ര നടത്തുക. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച സന്ദർഭത്തിൽ ഇമാം സുയൂത്തി തങ്ങളുടെ താരീഖുൽ ഖുലഫായിലും മറ്റ് കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി ഉമറൈൻ, രണ്ടാലൊരു ഉമർ കൊണ്ട് അല്ലാഹുവേ ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആക്ക് അല്ലാഹു നൽകിയ ഇജാബത്തിന്റെ അതിന്റെ പ്രതിഫലനമെന്നോണം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് അല്ലേ? കെ.എൻ. മൗലവിയെ അറിയാത്ത ജിന്നൂരികൾ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ദാറുൽ അർഖമിൽ നിന്ന് കഅബാലയത്തിലേക്ക് അവർ ജാഥ നടത്തിയില്ലേ? അതൊരു വലിയ ഒരു റഹ്മത്തിന്റെ വിളംബരമായിട്ട് അവർ നടത്തി കഴിഞ്ഞു. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായിട്ട് അംഗീകൃതമായ ഒരു ആശയം തന്നെയാണ്. അത് കാലികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബ്ബത്ത് രേഖപ്പെടുത്തുക എന്നുള്ളതിനൊരു കൃത്യമായ ഒരു ശൈലി. ഇപ്പൊ ളുഹ്ർ നിസ്കാരം 4 റക്അത്താണ്, അതൊരിക്കലും നമുക്ക് 5 ആക്കാൻ പറ്റൂല. ളുഹ്ർ നിസ്കാരം 4 റക്അത്താണ്, അതൊരിക്കലും നമുക്ക് 3 3.5 ആക്കാൻ പറ്റൂല. അത് 4 തന്നെയാണ്. അതേ സമയത്ത് നബിദിനം ആഘോഷിക്കുക അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മേൽ മഹബ്ബത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ അതിനൊരു കൃത്യമായ ഒരു ഹദ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഏതുപോലെ നബിയുടെ മേൽ സലാത്ത് ചെല്ലുക, കൃത്യമായ ഹദ്ദില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് ഇന്ന വചനങ്ങളെ പറ്റുള്ളൂ എന്ന് ഹദ്ദില്ല. അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുക, അതിൽ ഇന്ന വചനങ്ങളെ പറ്റാവൂ എന്നൊരു ഹദ്ദില്ല, ഒരു നിയമമില്ല. അപ്പൊ എന്നതുപോലെ നബിയോടുള്ള മഹബ്ബത്ത് ഹബ്ബ് പ്രകടിപ്പിക്കുക, അതിന് പ്രത്യേകമായ ഒരു വകുപ്പില്ല, പ്രത്യേകമായ ഒരു അതിർവരമ്പില്ല. അനിസ്ലാമികത ഉണ്ടാവാതിരിക്കണമെന്ന അതിർവരമ്പ് മാത്രമേ അതിനുള്ളൂ. ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടുന്ന ഏതു രൂപവും നമുക്ക് സ്വീകരിക്കാം, നമുക്ക് അവലംബിക്കാം, നമുക്ക് പ്രാവർത്തികമാക്കാം എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നബിദിനാഘോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നബിയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യും, പല രൂപത്തിലുള്ള ദാനധർമ്മങ്ങൾ. അത് മാംസം വിതരണം ചെയ്തുകൊണ്ടാവാം, പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാവാം, മറ്റു രൂപത്തിലൂടെയും ആവാം. അതെന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അത് കൃത്യമായിട്ട് തന്നെ മഹദിയായിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ 1-2 ചില പോയിന്റുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖദീജ ബീവിയുടെ മനാഖിബ് പറയുന്ന സ്ഥലത്ത് കാണാം, എന്ത് കാണാം? ഖദീജ ബീവി വഫാത്തായി പോയ ഖദീജ ബീവിയോട് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ കടപ്പാടുകളുണ്ട്. കേവലം ഒരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ലയുള്ളത്. ഹിറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയിന്റെ പ്രഥമ വചനങ്ങൾ കേട്ടതിനു ശേഷം മലീമസമായ ലോക സാഹചര്യത്തെ മഹിതമായ ഒരു പാതയിലേക്ക് പരിവർത്തനപ്പെടുത്തണമെന്നുള്ള ഉത്തരവാദിത്തം എങ്ങനെ നിറവേറ്റുമെന്നും ആലോചിച്ചുകൊണ്ട് മനസ്സ് ഉറച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി പനി ബാധിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ താങ്ങും തണലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലലും അലട്ടുമില്ലാതെ നബിയോടൊപ്പം നടന്നുകൊണ്ട് നബിക്ക് സമാശ്വാസത്തിന്റെ വചനങ്ങൾ നബിയോട് ഓതിക്കൊടുത്ത ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. ഇന്നക നബിയെ അങ്ങ് ലതസിലുർ റഹിമ, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നു, അങ്ങ് വതഹ്മിലുൽ കല്ല, അങ്ങ് ഭാരം, ആളുകളുടെ പ്രയാസങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചുമക്കുന്നു. വതുഈനു ഫീ നവാഇബിൽ ഹഖ്, സത്യം പ്രതിനിധാനം ചെയ്യുന്ന സകല കാര്യങ്ങളിലും അങ്ങ് സഹായഹസ്തമായിട്ടാണല്ലോ ജീവിച്ചു പോന്നിട്ടുള്ളത് നബിയെ എന്നിങ്ങനെ റസൂലിനെ സമാശ്വാസത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നബിയെ സമാശ്വസിപ്പിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹായോട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേവലം ഒരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ലേയുള്ളത്, അതല്ലെങ്കിൽ തനിക്ക് പിറന്ന മക്കളുടെ മാതാവ് എന്നുള്ള ഒരു ബന്ധം മാത്രമല്ലേയുള്ളത്, മറിച്ച് അതിൻ്റെ അപ്പുറം ഒരുപാട് കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ, ആയിഷ ബീവിയെ ധാരാളമായി അനുസ്മരിക്കാറുണ്ടായിരുന്നു. റുബ്ബമാ ദബഹ ശാത, പലപ്പോഴും ആടിനെ അറുത്തുകൊണ്ട് സുമ്മ യുഖത്തിഉഹാ അഅ്ദാഅൻ, അതിനെ കഷ്ണങ്ങളായി മുറിച്ചുകൊണ്ട് സുമ്മ യബ്അസുഹാ ഫീ സദാഇഖി ഖദീജത ബീവി റളിയല്ലാഹു അൻഹായുടെ കൂട്ടുകാരികളിലേക്ക് അതിനെ അയച്ചു കൊടുക്കും. ഫറുബ്ബമാ ഖുൽതു ലഹു, അപ്പോൾ ഞാൻ ആയിഷാ ബീവി പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, ഖദീജ അല്ലാതെ വേറെ പെണ്ണുങ്ങളൊന്നും ദുനിയാവിലില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫയഖൂൽ, റസൂൽ പറയും, ഇന്നഹാ കാനത്ത് വകാനത്ത്, ഖദീജ ബീവി ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. വകാന ലീ മിൻഹാ വലദുൻ, ഖദീജ ബീവിയിൽ നിന്നാണല്ലോ എനിക്ക് സന്താനങ്ങൾ ഉണ്ടായത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന ഹുബ്ബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹാ ലിമാ തഖദ്ദമ ദിക്റുഹു മിനൽ അസ്ബാബി വഹിയ കസീറത്തുൻ കുല്ലും മിൻഹാ കാന സബബൻ ഫീ ഈജാദിൽ മഹബ്ബ. ആയിഷ ഖദീജ ബീവിയോട് പ്രത്യേകം മമതയും സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ വഫാത്തിനു ശേഷം ഇவ்விதം പ്രകടിപ്പിക്കുവാനുള്ള കാരണം ഒരുപാടുണ്ട്. അവയെല്ലാം തന്നെ ഖദീജ ബീവിയോടുള്ള സ്നേഹം നബി തങ്ങൾക്കുണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച കാരണങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തആല പറയാണ്, ഫീ ഹാദിഹിൽ അഹാദീസി, ഖദീജ ബീവിയെ സംബന്ധിച്ചുള്ള ഈ ഹദീസുകളിൽ ഉണ്ട്, ദലാലത്തുൽ ലിഹുസ്നിൽ അഹ്ദി വഹിഫ്ദിൽ വുദ്ദി വരിആയത്തു ഹുർമത്തി സാഹിബി വൽ മുആശിരി ഹയ്യം വമയ്യിതാ. ജീവിച്ചിരിപ്പുള്ളപ്പോൾ മാത്രമല്ല, പറയുന്നത് കേൾക്കുന്നില്ലേ സഹോദരങ്ങളെ? സൗണ്ട് പ്ലസ് ആക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? നബിമാൻ പറയാണ്, നമ്മൾ ഏറ്റവും ഇടപഴകിയ ആളുകളോടുള്ള ആ മഹബത്ത്, ആ സ്നേഹം, ആ സ്നേഹബന്ധം അത് ജീവിതകാലത്ത് മാത്രം ചെയ്താൽ പോരാ, മരണശേഷവും അത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏറ്റവും നമുക്ക് അഹബ്ബായ ആളാരാണ്? ഇമാം ബുഖാരിയുടെ അൽ അദബുൽ മുഫ്രദിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? മൈക്ക പോയോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഇടയിലൊന്ന് മൈക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. പിന്നീട് അതിലെന്താ പറയുന്നത്? മരിച്ചാലും ശരി, ജീവിച്ചിരിപ്പുള്ളപ്പോൾ മാത്രമല്ല, വഫാത്തായി കഴിഞ്ഞാലും നമ്മുടെ ഏറ്റവും മഹബത്തുള്ള ആളോടുള്ള ആ ഒരു ബാധ്യതയും കടപ്പാടും നമ്മൾ വഫാത്തിനു ശേഷവും തുടരണം എന്ന് ഇമാം നവവി തങ്ങൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്. മനുഷ്യരിൽ ഏറ്റവും നമുക്ക് മഹബത്തുള്ള ആളാരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമറിനോട് പറഞ്ഞില്ലേ, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക, മനുഷ്യരിൽ ഏറ്റവും നിനക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ആള് പറയുക. ഫഖാല യാ മുഹമ്മദ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ മറുപടി പറഞ്ഞത്? യാ മുഹമ്മദ് എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കേറ്റവും കടപ്പാടുള്ള പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളയാൾ. ആ നബിയോടല്ലേ നാം ഏറ്റവും അധികം പ്രിയം വെക്കേണ്ടത്. അത് വഫാത്തിന് ശേഷം ആ പ്രിയം വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഖദീജ ബീവിയുടെ സംഭവവികാസത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രൂപമാണ്. പല രൂപങ്ങളുണ്ടാവാം, അതിൽപ്പെട്ട ഒരു രൂപമാണ് മൃഗങ്ങളെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുക. അതുതന്നെയല്ലേ നമ്മുടെ നാടുകളിൽ റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൃഗങ്ങളെ അറുക്കുന്നു, എന്നിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം, അവിടുത്തെ അപദാനങ്ങൾ, അവിടുത്തെ അനുസ്മരണങ്ങൾ ജനമനസ്സുകളിൽ
ഒരിക്കലും മുറിയാതെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തികച്ചും പ്രമാണബദ്ധമാണ്, തികച്ചും പ്രാമാണികമാണ്, തികച്ചും ഇസ്ലാമികമാണ്. അതിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ മുജാഹിദുകള് അത് ശിർക്കാന്ന് പറയുന്നത്. നമ്മുടെ ഇമാമിയങ്ങള് അംഗീകരിച്ച ഒരു ആശയത്തെ സംബന്ധിച്ച് മുജാഹിദുകള് അത് ശിർക്കാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ദയനീയമായ വാദമാണിത്. ബിദ്അത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്നാൽ അവർക്ക് ആ ബിദ്അത്ത് എന്നുള്ള ആ പദത്തെ അവർ മനസ്സിലാക്കിയ ഒരു ബിദ്അത്തായിട്ട് അവർക്ക് അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ ഒരു പടി കൂടി അവർ മുന്നോട്ട് പോവുകയും എന്നിട്ട് അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് അത് ബിദ്അത്താണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങൾ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇത് ചെറിയ വിഷയമല്ല. ബിദ്അത്താണെന്ന് മാത്രമല്ല, ബിദ്അത്ത് അത് ശിർക്കാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്താണെന്ന് മാത്രമല്ല, ശിർക്കാണ്. പിന്നീട് മറ്റൊരു കാര്യമുള്ളത്, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്, ഈ കണ്ട പ്രവർത്തനങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹബ്ബത്ത്. എന്താണ് ഹുബ്ബും മഹബ്ബത്തും എന്ന് പറയുന്നത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നവരാണെങ്കിൽ നബിയെ ഇത്തിബാ ചെയ്യണം. അങ്ങനെ ഒരു ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലുണ്ട്. ഈ ആയത്തിന് ചില ആളുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാ ആണ്. മഹബ്ബത്തിന്റെ അനുബന്ധമാണ് ഇത്തിബാ. മഹബ്ബത്തും ഇത്തിബാവും ഒന്നല്ല, മഹബ്ബത്തിന്റെ അനുബന്ധമാണ്. എന്ന് വെച്ചാൽ മഹബ്ബത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക എന്നുള്ളത്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്പീച്ചിങ് ഇവിടെ നിർത്താൻ പോവുകയാണ്. എനിക്ക് 5 മിനിറ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 5 മിനിറ്റ് മാത്രമാണ് എനിക്ക് അവശേഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ആ സഹാബി നന്നായിട്ട് കള്ള് കുടിക്കുന്ന സഹാബിയായിരുന്നു. പലപ്പോഴും അല്ലേ, ഇന്ന റജുലൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇസ്മുഹു അബ്ദുല്ലാഹ്. നബിയുടെ കാലത്തൊരു ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. വകാന യുലഖബു ഹിമാറൻ, ഹിമാർ എന്ന് അദ്ദേഹത്തിനക്ക് പിന്നെ ലഖബലമ്, അങ്ങനെ ഒരു പേര് ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു. വകാന യുദ്ഹിഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ചിരിപ്പിക്കുമായിരുന്നു. നബിയുടെ ചിരിയെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു വിഷയമായിട്ട് ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജലദഹു ഫി ശറാബ്, കള്ളുകുടിച്ചതിന്റെ പേരിൽ നബി തങ്ങൾ അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കള്ളുടിച്ചു കാണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തെ അടിച്ചു. ഫഖാല റജുലുൻ മിനൽ ഖൗമി, അപ്പോൾ സഹാബത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ അൻഹു മാ അക്സറ മാ യുഅ്താ ബിഹി. ഇങ്ങനെ ഒരുപാട് തവണ നബിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരപ്പെടുന്ന കാലത്തോളം അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ ലഅനത്ത് ചെയ്യണേ. ആ സമയത്ത് നബി തങ്ങളുടെ പ്രതികരണം, ലാ തൽഅനൂഹു, ഒരിക്കലും ഈ സഹാബിയെ നിങ്ങൾ ലഅനത്ത് ചെയ്തു പോകരുതേ. ഫവല്ലാഹി മാ അലിംതു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. കണ്ടോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ സഹാബി അല്ലാഹുവിനെയും റസൂലിനെയും ഹുബ്ബ് വെക്കുന്നുണ്ട്. അപ്പൊ കള്ളുടിയന്മാർക്ക് റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കാൻ പറ്റുമോ? ആലോചിക്കണം അല്ലേ. ലാ തഫ്അൽ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്തു പോകരുത്. ഈ മനുഷ്യനെ നിങ്ങൾ ലഅനത്ത് ചെയ്യരുത്. എന്ന് കാരണം പറഞ്ഞത് എന്താണ്? ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഹുബ്ബ് വെക്കുന്നുണ്ട് എന്നാണ്. അതിനൊരു ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതുഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. നബി തങ്ങൾക്ക് ഹദിയ കൊടുക്കാൻ വേണ്ടി നല്ല പലഹാരങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം തന്റെ കൂട്ടുകാരിൽ നിന്ന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വാങ്ങി കൊടുക്കും.
അങ്ങനെ അതിന്റെ കാശ് ചോദിക്കുന്ന സമയത്ത് ആ കൂട്ടുകാരൻ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവരും. നബിയുടെ അടുക്കൽ ഹദിയായിട്ട് കൊണ്ടേ കൊടുത്തതായിരിക്കും. അങ്ങനെ കൂട്ടുകാരൻ അതിന്റെ പണം ചോദിക്കുന്ന സമയത്ത് നമുക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകാമെന്ന് പറയും. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ റസൂലിനോട് പറയും, നിങ്ങളിപ്പോൾ ഭക്ഷിച്ച പലഹാരം എനിക്ക് തന്നത് ഇദ്ദേഹമാണ്, അതുകൊണ്ട് നബിയെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പണം കൊടുക്കണം എന്ന് പറയും. അതൊരു തമാശയാണ്, അതൊരു നർമ്മത്തിന് വേണ്ടി പറയാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ നർമ്മം കലർന്ന സംസാരിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹിക്ക് അത് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സംസാരവും അദ്ദേഹത്തിന്റെ ആ നർമ്മം ചാലിച്ച വർത്തമാനങ്ങളും കേൾക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ നബി തങ്ങളെ ധാരാളമായി സന്തോഷപ്പെടുത്തിയിരുന്ന ഒരു സഹാബി എന്ന നിലക്ക് നബിയോടുള്ള മഹബത്ത് മനസ്സിൽ വേരൂന്നിയ ഒരു സഹാബിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തെറ്റു സംഭവിച്ചു. അപ്പൊ തെറ്റു സംഭവിക്കുന്നതും മഹബത്ത് വെക്കുന്നതും തമ്മിൽ പരസ്പരം ഇടയുന്നു. അതൊരിക്കലും തന്നെ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതല്ലെങ്കിൽ നബിയോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ നബിയെ എങ്ങനെ പ്രകീർത്തിക്കുക, നബിയെ വാഴ്ത്തുക, നബിയെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി നിർവഹിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതല്ല. മറിച്ച് നബി തങ്ങളെ ചെയ്തതുപോലെ ചെയ്യുക, നബി തങ്ങളുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതാണ് എന്ന ഒരു പ്രചണ്ഡമായ ഒരു പ്രചാരണം ഇന്ന് ചില ആളുകൾ പല ക്യാമ്പയിനുകളും നടത്തിയിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുക വഴി 40 വയസ്സിന് മുമ്പുള്ള നബി ചരിത്രത്തിലേക്കുള്ള ജനശ്രദ്ധ സമ്പൂർണമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. നന്നായി മനസ്സിലാക്കണം. 40 വയസ്സിന് മുമ്പുള്ള തിരുപ്പിറവിയോടനുബന്ധിച്ചും ശേഷവും അതിനു മുമ്പുമുണ്ടായിരുന്ന സകലമാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകളിലേക്കുള്ള ജനശ്രദ്ധ ജനമനസ്സുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നബിയുടെ സവിശേഷത അങ്ങനൊന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഇന്ന് മുജാഹിദുകൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെയൊക്കെ ആശയം പേറി നടക്കുന്ന ചില രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന മറ്റു ചില ആളുകളും ഇന്ന് ശക്തമായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിവേകവും പക്വതയും അറിവും ആണ് എൻ്റെ ശ്രോതാക്കൾ ആർജിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു സംഗതി കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അഅറാബി വന്നിട്ട് ചോദിക്കുകയാണ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി തങ്ങൾ ഖിയാമത്ത് നാൾ എപ്പോഴാന്ന് പറഞ്ഞു കൊടുത്തില്ല. മാദാ അഅദത ലഹ, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ മഹബ്ബത്ത് വെക്കുന്നു നബിയെ. ഇത് കേട്ടുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷ നിമിഷമായിരുന്നു അത്. എന്തുകൊണ്ടാണ്? കാരണം സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഖത്താബിനെ പോലുള്ള ആൾക്കാരുമായി അമല് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ മഹബ്ബത്ത് എന്ന് പറയുന്നത് അതൊരു വലിയ സംഗതി തന്നെയാണ്. മഹബ്ബത്ത് എന്ന് പറയുന്നത് അത് തള്ളപ്പെടേണ്ടതല്ല. അത് അങ്ങനെ ഒരു സംഗതി ഇല്ല. നബിയെ പ്രേമിക്കുക, അവിടെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടൊരു രീതിയില്ല എന്നുള്ള ഈ പ്രചാരണത്തിൽ അകപ്പെടുന്നതിനെ സൂക്ഷിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, നബിദിനാഘോഷം എന്ന് പറയുന്നത് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായിട്ട് ഇസ്ലാമിക ലോകം അംഗീകരിച്ച് പ്രാവർത്തികമാക്കിയതാണെന്നും അത് വളരെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്നും അതിന് ഇമാമുമാർ അതിന്റെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് എന്നും, ഇനി പുതിയൊരു ഗവേഷണത്തിലൂടെ അതിനെ ആരെങ്കിലും ശിർക്കാക്കുന്നുണ്ട് എങ്കിൽ ആ ശിർക്കാക്കുന്നത് ഏറ്റവും വലിയ ഇസ്ലാമിനെ കൊത്തിവലിച്ച് അതിനെ നശിപ്പിക്കുവന്ന ഏർപ്പാടാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദുകള് ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നബിദിനാഘോഷം ശിർക്കാണ്. ഇത് അപകടകരമായ ആരോപണമാണ്. ഈ ആരോപണം ഇന്ന് മുജാഹിദുകൾക്ക് വരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഇന്ന് നിങ്ങൾ മുശ്രിക്കാണെന്ന് ഓരോ മുജാഹിദും മറ്റേ മുജാഹിദിന്റെ മുഖത്ത് നോക്കി പറയുന്ന ദുരവസ്ഥയിലേക്ക് അവർ പരിണമിക്കാൻ കാരണം
നൂറ്റാണ്ടുകളായിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തെ അവർ മുശ്രിക്കീങ്ങളാക്കിയത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സൽബുദ്ധിയും നല്ല അറിവും പ്രദാനം ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് അവർ എത്തിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പറഞ്ഞ വിഷയത്തെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാനും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യോത്തരത്തിലൂടെ ബാക്കി കാര്യങ്ങൾ ആർക്കെങ്കിലും നിർദ്ദേശിക്കുവാനോ ചോദിക്കുവാനോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവസരം ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിന്റെ പൂർണ്ണമായ മുഹബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ നബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഇരു വീട്ടിലും അല്ലാഹു തആല നമുക്ക് വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നബിയോടുള്ള പൂർണ്ണമായ മഹബ്ബത്തും അവിടുത്തെ സുന്നത്തിനെ പൂർണ്ണമായി ഇത്തിബാ ചെയ്യുവാനുള്ള സൗഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ അനുഭാവികൾക്കും നമ്മുടെ സ്നേഹികൾക്കും സ്നേഹിതന്മാർക്കും സഹകാരികൾക്കും സുഹൃത്തുക്കൾക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഈ ക്യാമ്പയിൻ ലോകത്തിന്റെ എല്ലാ മൂലകളിലേക്കും